ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിന്ന് പറങ്ങോടൻ പാറ കയറാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഗൈസ്, പാറ കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇനിയിപ്പോൾ ഇത് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയില്ല. എന്തായാലും ഒരാഗ്രഹമാണ് ഇത് കയറണമെന്ന്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കയറുന്നത് റബ്ബർ തോട്ടം വഴിയാണ് കേട്ടോ. അതായത് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ നേരെ മുകളിലായിട്ട് റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് രണ്ടടി വെച്ച പാറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. ഗൈസ്, പാറിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഇറങ്ങാനുള്ള വഴി കാണുന്നില്ല. എവിടെ തിരിഞ്ഞാലും പാറ, ഏത് വഴി ഇറങ്ങണമെന്നില്ല അറിയാതെ കുറേ ബുദ്ധിമുട്ടി. സത്യം പറയാലോ ഗൈസ്, ഒരു ആവേശത്തിൻ്റെ പുറത്ത് കയറിയതായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാൻ റിസ്ക് ആയിരുന്നു കേട്ടോ. കരച്ചിലൊക്കെ വന്നു, കാരണം അത്രക്കും സീനായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല കാറ്റും. നമ്മൾ തന്നെ പാറിപ്പോകുന്ന മാതിരിയുള്ള കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് കെടവണ്ണ അങ്ങാടിയാണ് കേട്ടോ. സീതി ഹാജി സ്റ്റേഡിയം അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏറ്റവും സെൻറ്ററിൽ എത്തിയിട്ടില്ല, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തിയാൽ നമുക്ക് 4 ഭാഗവും ക്ലിയർ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് എടവണ്ണയുടെ 4 ഭാഗവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സോനമോളും യാസും റിബു റിജു അവരൊക്കെ കയറിയിട്ടുണ്ട്. റിബു റിജു ആണ് സോനനെയും യാസുവിനെയും കൈ പിടിച്ച് കയറുന്നത് കേട്ടോ. നമ്മൾ അവരുടെ ബാക്കിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഇങ്ങോട്ടൊക്കെ പോകും, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. കുട്ടികളെന്നല്ല, നമ്മളും സൂക്ഷിക്കണം. കാരണം കുത്തനുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പോകണം. പക്ഷേ ഇവിടെ അധികം എന്താ പറയുക, ആളുകൾ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കയറാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കയറി. പിന്നെ നമ്മൾ ചെന്നപ്പോൾ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയം, അതുപോലെ എടവണ്ണ അങ്ങാടിയൊക്കെ ഉണ്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഈ ഭാഗമൊന്നും വല്ലാതെ കുത്തനില്ല, പക്ഷെ നമ്മൾ ഇറങ്ങിയ ഭാഗം നല്ല കുത്തന ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തുകൂടി നമുക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഭാഗം നല്ല കുത്തനായിരുന്നു. ഇവിടേക്ക് ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ എടവണ്ണ ഭാഗം നമുക്ക് മൊത്തമായിട്ടും ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 4 ഭാഗം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ചെമ്പക്കുത്ത് ഭാഗമാണ് കേട്ടോ. അതായത് ഒരു ഭാഗം നമ്മൾ കണ്ടു, എടവണ്ണ അങ്ങാടി സീതി ഹാജി സ്റ്റേഡിയം, ആ ഭാഗം. മറ്റേ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ചെമ്പക്കുത്ത് ഭാഗമാണ്. അതായത് എടവണ്ണ ജാമിയ നദ്വി പറഞ്ഞ വലിയ കോളേജൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗം. ഇപ്പോൾ ഈ കാണുന്ന ഈ പിങ്ക് നിറത്തിലൊക്കെ ജാമിയ നദ്വിൻ്റെ ബിൽഡിങ്ങുകളാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാറ്റിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. കാരണം അത്രയും നല്ല സ്ട്രോങ്ങിലുള്ള കാറ്റാണ് ഇവിടെ അടിക്കണത്. നമ്മൾ കയറിയത് ഏകദേശം 1:45 സമയമാകുമ്പോഴാണ് നട്ടുവെച്ച നേരത്തെ. അവിടെ ചൂട് ഇല്ല, കാരണം കാറ്റിങ്ങനെ അടിക്കണോണ്ട് ചൂട് നമ്മളെ ബാധിക്കാതെ കാറ്റിൻ്റെ ഇതിൽ ആ ചൂടങ്ങനെ പോവാണ്. പക്ഷേ ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഒറിജിനൽ ചൂട് എന്താണെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ നല്ല വിയർക്കായിരുന്നു കേട്ടോ. മുകളിൽ നിന്നപ്പം നമ്മൾ ചൂട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാറ കയറുന്നത്. അതായത് പാറ നമ്മൾ താഴെ റോഡിലൂടെ പോകുമ്പം എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പം നമ്മൾ കാണുമ്പോൾ ചെറിയൊരു പാറയായിട്ട് നമുക്ക് തോന്നാറുള്ളൂ. പാറയുടെ അടുത്തെത്തിയപ്പോഴാണ് പാറൻ്റെ വലിപ്പം കണ്ടത്. ആ പാറൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ 4 ഭാഗം പാറ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോഴാണ് നമുക്ക് താഴ് ഭാഗമൊക്കെ കാണുക കേട്ടോ. അതായത് ടോപ്പ് മൊത്തമായിട്ട് പരന്ന് കിടക്കുന്ന പാറ, മേലെ വെറും ആകാശം. അത് മാത്രമേ നമുക്ക് അപ്പോൾ അവിടെ നിന്ന് കാണുന്നുള്ളൂ. പിന്നെ സൈഡിലൊക്കെ നീങ്ങുമ്പോഴാണ് നമുക്ക് താഴെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഇപ്പം മക്കളൊക്കെ പാറയിൽ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ. കാറ്റുകൊണ്ട് കേസ് ചൂടൊന്നും അറിയുന്നില്ല. നട്ടുച്ച നേരത്താണ് നമ്മൾ ഇവിടെ കയറിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഊട്ടിയിലൊക്കെ പോയാണ്ടല്ലോ, ഒരു തണുത്ത കാറ്റിങ്ങനെ അടിക്കുക, അതുപോലെയാണ് തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാറയിൽ കയറി കഴിഞ്ഞിട്ട് മക്കൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ. അതായത് അവർക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ല, കാരണം നല്ല തണുപ്പില്ല കാറ്റ്, വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. പിന്നെ വെച്ചാൽ ആ പാറയിൽ നിന്ന് നേരെ മുകളിലേക്ക് നോക്കിയാൽ നല്ല തെളിഞ്ഞ ആകാശം. അതായത് ആകാശത്തിൻ്റെ ഭംഗി നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ കറക്റ്റ് അറിയാം. ആകാശത്തിലേക്ക് നോക്കിയാൽ ഗൈസ് നമ്മൾ ഐസ്ക്രീമിലൊക്കെ തൊടുന്ന മാതിരി ഒരു ഫീലിംഗ് തോന്നുക കേട്ടോ. കാരണം മേഘങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെയൊക്കെ തോന്നുകയാണ്. ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഗൈസ് നമ്മൾ ഏതോ ഒരു ലോകത്തെത്തിയ പോലെയൊക്കെ തോന്നുക കേട്ടോ. ഇവിടേക്ക് വെള്ളം ഉണ്ടല്ലേ. നേരത്തെ മക്കൾ ഇവിടുന്ന് എക്കോ അടിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂവി നോക്കുകയാണ് കേട്ടോ. നട്ടുവെച്ച സമയത്താണ് കേട്ടോ നമ്മൾ കയറിയത്. എന്നിട്ട് പോലും അവിടെ ചൂടൊന്നുമില്ല. അതായത് ഒന്നാമത് ഇപ്പോൾ കാലാവസ്ഥ
വെയിൽ പൊതുവെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ, മഴയൊക്കെ ഇങ്ങനെ തുടങ്ങി ആ ഒരു ഇതിലാണല്ലോ, അതുകൊണ്ടായിരിക്കും ഒന്നും ചൂടുമില്ല. പിന്നെ നല്ല കാറ്റുമുണ്ട്. ഇത് നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ ആളുകളൊക്കെ ഉണ്ട് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട്. ഇതാണ് പാറേൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ, അതായത് എവിടെ നോക്കിയാലും പാറ. ഇനിയിപ്പോൾ നമ്മളെ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതായത് മക്കൾക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമൊന്നും ആയിട്ടില്ല, പക്ഷേ സമയം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്, പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെട്ടു, കാരണം വഴി അറിഞ്ഞില്ല കേട്ടോ. അവസാനം ഈ ചേട്ടനെ ഇറങ്ങുന്നത് കണ്ടിട്ട് അവിടെ ചേട്ടൻ്റെ പിന്നാലെ നമ്മൾ പോരാണ് ഉണ്ടായത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ മക്കൾ നല്ല ഉഷാറിൽ ഇറങ്ങിട്ടോ, പക്ഷേ ഒരു എന്താ പറയുക, ഒരു കാൽ ഭാഗമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മക്കളും എല്ലാവരും കുഴങ്ങിട്ടോ. മക്കൾ മാത്രമല്ല, നമ്മൾ അതിലാറും വലിയ കുഴങ്ങി. കാരണം കുത്തനെയല്ല, ഒന്നാമത് കുത്തനെയുള്ള സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ച് ഇറങ്ങാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും താഴെ ആ വീടുകളെ കാണാൻ അവിടെ എത്തണം കേട്ടോ. അത്രയും ദൂരം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങും, ഒന്ന് നിൽക്കും, പിന്നെയൊന്ന് ഇറങ്ങും, പിന്നെയൊന്ന് നിൽക്കും, അങ്ങനെ ആയിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മളൊരു അരഭാഗമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. ഇനിയും അത്രത്തോളം ഇനിയും ഇറങ്ങാണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ചില സ്ഥലത്തൊക്കെ നീരുറവ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 മഴയൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ടായിരിക്കും. ഇതിലൂടെയൊക്കെ നീരുറവ വന്നിട്ട് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലം ആയി എങ്ങോട്ടൊന്ന് കയറാൻ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല, കാരണം മഴയാകുമ്പോൾ വഴുക്കൽ നന്നായിട്ട് കൂടുതലായിരിക്കും. മുകളിൽ നിന്ന് ഒന്ന് കാല് തെറ്റിയാൽ നേരെ താഴെ എത്തും, നമ്മൾ ചമ്മന്തിയാവും ഗൈസ്. അതുകൊണ്ട് ആരും മഴക്കാലത്തൊന്നും ഇതിൽ കയറാനൊന്നും പോകരുത്. ഇപ്പം നമ്മൾ ഇറങ്ങി ഇനിയും താഴെ എത്തിയിട്ടില്ല കേട്ടോ. താഴെ എത്തണമെങ്കിൽ കുറേ ഇനിയും ഇറങ്ങാണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്തോ പേടി പോലെയൊക്കെ തോന്നുന്നുണ്ടോ. പിന്നെ നമ്മൾ പതിയെ ഇറങ്ങി ഏകദേശം താഴെ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരു കാഴ്ച കണ്ടത്. അതായത് അവിടെ കോൺക്രീറ്റ് ഇട്ടിട്ട് 3 ഭാഗം ഇങ്ങനെ കെട്ടി ഒരു കുഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം തങ്ങി നിർത്താനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഏകദേശം വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നീരുറവ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഫ്രഷ് വെള്ളമാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇറങ്ങണതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല കേട്ടോ എടുക്കണേ, ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോരുകയാണ്. അതായത് ഒന്ന് കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പയച്ചാൽ നമ്മൾ സ്ലിപ്പായി താഴെത്തും. സൂക്ഷിച്ച് ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ അത് മക്കൾ ഇതൊക്കെ നോക്കി ഇതിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ടോയെന്നൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ ഇറങ്ങി, പക്ഷേ ഇനിയും താഴത്തെത്തിയിട്ടില്ല കേട്ടോ. താഴത്തെത്തണമെങ്കിൽ ഇനിയും അതുപോലെ തന്നെ അത്രയും കൂടി ഇറങ്ങാണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കുഴങ്ങി കേട്ടോ. ഏകദേശം ഒരു പകുതി ആയപ്പോൾ ഇതിന് എല്ലാവർക്കും ക്ഷീണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ എത്തണമല്ലോ നമുക്ക്, അത് വിചാരിച്ചിട്ട് ഇങ്ങനെ പോരാണ് കേട്ടോ. നമ്മളെ ഇറങ്ങി പകുതിയായ ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് നോക്കിയാലുള്ള അവസ്ഥയാണ് കേട്ടോ. അത്രയും ദൂരം നമ്മൾ ഇറങ്ങി പോന്നു, ഇനിയും അത്രയും ദൂരം ഇറങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ നീരുറവുണ്ട്. താഴെ കാണുന്ന ഈ വീട് അവിടെ എത്തണം നമുക്ക്, ആ ബൈക്കൊക്കെ നിൽക്കുന്ന ആ സ്ഥലത്ത് എത്തണം. അത്രയും ഇനിയും ഇറങ്ങാണ്ട് കേട്ടോ. സോനമോളൊക്കെ കുഴങ്ങി അവിടെ ഇരുന്ന് അതിൻ്റെ ഇടയിലൊന്ന് ഇറങ്ങും, പിന്നെ ഒന്ന് ഇരിക്കും, അങ്ങനെയാണ് കേട്ടോ. ഒന്നാമത് ഇതിങ്ങനെ കുത്തനെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ സോന ഇരിക്കണതിൻ്റെ താഴ്ഭാഗത്തൊക്കെ വീടിന് വേണ്ടിയിട്ട് തറ ഇടാൻ വേണ്ടിയിട്ട് കീറിയിട്ട് JCB ഒന്ന് കീറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിലൂടെ ഒന്നും നമുക്ക് റോട്ടിലെത്താൻ പറ്റില്ല, അത് അവിടെയാണ് കേട്ടോ റോഡ്. അങ്ങോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഇപ്പുറം വഴി തന്നെ പോകണം. അപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങും തോറും കാറ്റ് കുറഞ്ഞു വരികയാണ് കേട്ടോ. അതായത് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, ആ കാറ്റ് ഇറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇവിടുന്ന് മയിലിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നിറയെ മയിലുണ്ട് തോന്നുന്നു, 2-3 സൗണ്ടൊക്കെ ഒരുമിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ട് ഗൈസ്, ഇപ്പം നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ റോട്ടിലേക്ക് എത്തിട്ടോ, അതായത് ഈ പാറയിലേക്ക് കയറാനുള്ള റോഡ് വരുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഒരു ഷെഡ് എന്തോ ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് കയറുന്ന വഴി തന്നെ. അതാ ഈ റോഡ് ഇതുപോലെ ഈ പാറൻ്റെ ആ തല വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കിയാലുള്ള അവസ്ഥയാണ് കേട്ടോ. താഴേന്ന് നോക്കുമ്പോൾ ചെറിയൊരു പാറ, പക്ഷേ പാറ കയറുമ്പോഴാണ് പാറ എത്രത്തോളം ഹൈറ്റിലാണ് നിൽക്കണമെന്ന് നമുക്കറിയുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ അതൊക്കെ കണ്ട് ഇറങ്ങി ക്ഷീണത്തിൽ ആർക്കും വലിയ സംസാരമൊന്നുമില്ല കേട്ടോ. എല്ലാവരും കുഴങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റോട്ടിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.